പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ്. 1 തിമോത്തി 6-ാം അധ്യായം 6-ാം തിരുലിഖിതം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും പാപമോ ഏതെങ്കിലും തിന്മയ്ക്കോ ഏതെങ്കിലും അശുദ്ധ പ്രവൃത്തികളോ ചെയ്ത് നാം അശുദ്ധരാണെങ്കിൽ ആ പാപപ്രവൃത്തികൾ വഴി വന്നിട്ടുള്ള തിന്മയുടെ ദുരാത്മാക്കൾ വിട്ടുപോകാൻ വേണ്ടി ഈ നിമിഷം ആഗ്രഹിക്കാം. പാപ ദുരാത്മാക്കളോട് കൂടെ ദൈവവചന ശ്രവണം അസാധ്യമത്രേ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം തിരുലിഖിതം. തങ്ങളുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നുമില്ല. വീണ്ടും പാപത്തിൻ്റെ ദുരാത്മാവ് ഒരു വ്യക്തിയിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സംഭവിക്കുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ച് കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായം 3 മുതലുള്ള തിരുലിഖിതങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. വേറൊരു വാക്കി പറഞ്ഞാൽ, ഞാനും നിങ്ങളും പാപം ചെയ്ത് ആ പാപം ചെയ്യുന്ന നിമിഷങ്ങളിൽ പാപത്തിൻ്റെ ദുരാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളെയും മനസ്സിനെയും സ്വാധീനിക്കുന്നു. ആ പാപ ദുരാത്മാവിനോട് കൂടെയാണ് ഞാൻ നിങ്ങൾ വചനം കേൾക്കാൻ ഇരിക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ദൈവവചനം രക്ഷയുടെ അനുഭവമായി മാറണമെന്ന് നിർബന്ധമില്ല. അവർ തങ്ങളുടെ ദൈവത്തെ അറിയുന്നില്ല.
തങ്ങളുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുകയില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ ആവസിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ഏതെങ്കിലും പാപം ചെയ്ത വ്യക്തികളാണ് ഞാനും നിങ്ങളുമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അനുതപിക്കാം, പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ യേശുവിൻ്റെ നാമത്തിൽ പാപമോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുക, എളിമപ്പെടുക. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് ഇന്ന് വരെ വന്നിട്ടുള്ള ഓരോ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ആ പാപം ചെയ്തപ്പോൾ ശരീരത്തിലേക്ക് കയറിക്കൂടിയ, മനസ്സിലേക്ക് കയറിക്കൂടിയ തിന്മയുടെ ദുരാത്മാക്കളെല്ലാം വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് എല്ലാ ദൈവമക്കളും ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ ദുരാത്മ പീഡ അനുഭവിക്കുന്ന ഒരു മകനോ മകളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ യേശുവേ അങ്ങയുടെ ഉന്നത നാമത്താൽ ആ ദുരാത്മ പീഡകൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ സ്ഥാപനത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, ഇപ്പോൾ അങ്ങയുടെ മക്കൾ ഇരിക്കുന്ന ആ പ്രദേശത്ത് പാപം ചെയ്ത് ആ സ്ഥലം അശുദ്ധമാണെങ്കിൽ ദൈവവചനം കേൾക്കാൻ പറ്റാത്തവണ്ണം, പ്രാർത്ഥിക്കാൻ പറ്റാത്തവണ്ണം വിപരീത ശക്തികൾ, പാപദുരാത്മാക്കൾ വിളയാടുന്ന വിധം അവിടെ പാപത്തിൻ്റെ അന്ധകാര ആധിപത്യമുള്ള സ്ഥലമാണെങ്കിൽ ഈ നിമിഷം അങ്ങയുടെ മക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നത നാമത്താൽ ആ സ്ഥലത്തു നിന്നും, ആ പ്രദേശത്തു നിന്നും അന്ധകാര ദുർബോധങ്ങൾ വിട്ടുമാറി പോകട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തെ ശാസിക്കുന്നു. ദൈവവചനത്തോടും ദൈവിക ശുശ്രൂഷകളോടും പ്രാർത്ഥനയോടും ദൈവവിശ്വാസത്തോടും മല്ലടിക്കുന്ന ദുരാത്മാക്കളെ, പാപശക്തികളെ, രോഗശക്തികളെ നസ്രായന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറി പോവുക. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹാലേലുയ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അനേകം ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ കർത്താവ് സ്പർശിച്ചുണർത്തി, വിശുദ്ധ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തി, പ്രാർത്ഥന അനുഭവത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തി, കൂട്ടായ്മകളിലേക്ക് കൊണ്ടുവന്നു, ധ്യാന കേന്ദ്രങ്ങളിൽ അഭിഷേകങ്ങൾ നൽകി. എന്നാൽ നിരവധി നിരവധി ദൈവമക്കൾ വീണു പോകാനുള്ള ഒരു കാരണം അവരുടെ ഹൃദയത്തിൽ കുടികൊണ്ടിരുന്ന ദുർമോഹത്തെക്കുറിച്ച് അവർ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെ. ബാലാം പ്രവാചകൻ ദൈവത്തിന് പ്രിയങ്കരനായ ഒരു പ്രവാചകനായിരുന്നു. എന്നാൽ ബാലാം പ്രവാചകന്റെ ആത്മീയ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ ഒരു തിന്മ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആദികാലം മുതൽ തന്നെ രൂഢമായിരുന്നു എന്നുള്ളത് ആ പ്രവാചകൻ തിരിച്ചറിഞ്ഞില്ല എന്നത് അദ്ദേഹത്തിൻ്റെ നാശത്തിന് കാരണമായി. ദൈവം അദ്ദേഹത്തെ നയിച്ചുകൊണ്ടിരുന്നപ്പോഴും, അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും, ദൈവത്തോട് വലിയ കൂട്ടായ്മ ഇരുന്ന കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ഒരു ദുർമോഹം, ലോകമോഹം കുടികൊണ്ടിരുന്നു. ദ്രവ്യത്തിന് വേണ്ടിയുള്ള ആഗ്രഹം കുടികൊണ്ടിരുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം കുടികൊണ്ടിരുന്നു. ലോകപ്രതാപത്തിന് വേണ്ടിയുള്ള ആഗ്രഹം കുടികൊണ്ടിരുന്നു. അതുകൊണ്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ പാപം അതിൻ്റെ പൂർണ്ണത പ്രാപിച്ചപ്പോൾ, അതിൻ്റെ ശക്തി പ്രാപിച്ചപ്പോൾ ആ പ്രവാചകനെ അങ്ങേയറ്റം നശിപ്പിച്ച് നാമാവശേഷമാക്കിയ രംഗമാണ് സംഖ്യയുടെ പുസ്തകം 22-ാം അധ്യായം മുതൽ നമ്മൾ ബാലാം പ്രവാചകൻ്റെ ജീവിതത്തിൽ കാണുന്നത്. കാരണം ബാലാമിൻ്റെ ഹൃദയത്തിൽ സ്വർണത്തോടും വെള്ളിയോടും ഒരു മോഹം, ലോക പ്രതിഫലത്തോട് ഒരു മോഹം അലിഞ്ഞു ചേർന്നിരുന്നു. ഇതുപോലെ ദൈവം അനുഗ്രഹിച്ചിട്ട് പിൽക്കാലത്ത് നശിച്ചു പോയ മറ്റൊരു വ്യക്തിയാണ് ആഹാബ് രാജാവ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുലിഖിതങ്ങൾ. ആഹാബ് രാജാവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് ധാരാളം സ്ഥാനമാനങ്ങളും പദവിയും കൊട്ടാരങ്ങളും എല്ലാ മഹിമയും ദൈവാനുഗ്രഹത്താൽ ലഭിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു നല്ല രാജാവായി വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപങ്ങളും തിന്മകളും ഒരു ഭാഗത്തുണ്ടെങ്കിലും സർവനാശത്തിന് കാരണമായ ഒരു തിന്മ അദ്ദേഹത്തെ പിടികൂടി. ഒരു ദിവസം അദ്ദേഹം കൊട്ടാരം വിട്ട് ഇങ്ങനെ ഉലാത്തുമ്പോൾ തൊട്ടടുത്ത്
ഒരു നല്ല പറമ്പ് കണ്ടു, നല്ലൊരു മുന്തിരിത്തോട്ടം, ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ മുന്തിരിത്തോട്ടം. ആ മനുഷ്യൻ്റെ പേരാണ്, ആ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പേരാണ് നാബോത്ത്. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കണ്ടപ്പോൾ ആഹാബ് രാജാവിൻ്റെ ഹൃദയത്തിൽ ആദ്യകാലം മുതലേ സാത്താൻ ആ മനുഷ്യൻ്റെ സർവനാശത്തിന് വേണ്ടി പാകിയിട്ടിരുന്ന ദുർമോഹം തലപൊക്കി. അവൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഈ മുന്തിരിത്തോട്ടം വേണം, എനിക്ക് ഇത് നല്ല മുന്തിരിത്തോട്ടമാണ്, ഇത് നല്ല മണ്ണാണ്, ഇതെനിക്ക് ഉദ്യാനം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ്, അതുകൊണ്ട് ഈ മുന്തിരിത്തോട്ടം എനിക്ക് വേണം. രാജാവിൻ്റെ ഉള്ളിൽ ആഗ്രഹം തലപൊക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 10:3 പഠിപ്പിക്കുന്നു, അത്യാഗ്രഹി കർത്താവിനെ ശപിച്ചു തള്ളുന്നു. ഇതാ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവവിചാരം അറ്റുപോവുകയാണ്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിഷ്ക്രമിക്കുകയാണ്, അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെടുകയാണ്. അവൻ്റെ മുഖമെല്ലാം ഇതാ ഈ ദ്രവ്യാഗ്രഹം കൊണ്ട്, ഈ അതിമോഹം, ലൗകിക തൃഷ്ണ കൊണ്ട് നിറയുകയാണ്, ലോകമോഹം കൊണ്ട് നിറയുകയാണ്. അവൻ നാബോത്തിനെ സമീപിച്ച് ആ മുന്തിരിത്തോട്ടം ചോദിച്ചു, നിനക്ക് പകരമായി എന്തു വേണേലും തരാം, ഇതെനിക്ക് വേണം. നോക്കുക, അവന് പണം കൊടുക്കാൻ മടിയില്ല, അവന് മറ്റെന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ നീതി നിർവഹിക്കാൻ മടിയില്ല, അവന് പ്രതിഫലം കൊടുക്കാൻ മടിയില്ല. എന്ന് പറഞ്ഞാൽ വേറെ കുറേ മേഖലകളിൽ ഈ രാജാവ് വളരെ മുൻപന്തിയിലാണ്. പ്രതിഫലം കൊടുക്കുന്നവനാണ്, നീതി പ്രവർത്തിക്കുന്നവനായിരിക്കാം, അല്ലെങ്കിൽ പണം കൊടുക്കാൻ ആവശ്യമായ വില നന്നായിട്ട് കൊടുക്കാൻ തയ്യാറായിരിക്കാം. എന്നാൽ ഈ രാജാവിൻ്റെ നാശത്തിന് വേണ്ടി സാത്താൻ പാകിയിരുന്ന വിത്തിനെ കുറിച്ച് രാജാവിന് തിരിച്ചറിവുണ്ടായിരുന്നില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്ത വിധം ആ ഹൃദയത്തെ സാത്താൻ നാശമാക്കിയിട്ടിരിക്കുകയാണ്. ദുർമോഹത്തിൻ്റെ വിത്ത് പാകപ്പെട്ട ഹൃദയമായിരുന്നു ഈ ആഹാബ് രാജാവിൻ്റെ ഹൃദയം. അവൻ ഈ നാബോത്തിനോട് ചോദിച്ചു. എന്നാൽ നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതാക്കന്മാരിൽ നിന്ന് പിതൃസ്വത്തായി ലഭിച്ച ഒരു കുഞ്ഞു ഭൂമി, ഒരു തുണ്ട് ഭൂമിയാണിത്, ഇത് ഞാൻ കൈവിടുകയില്ല. കാരണം പിതാക്കന്മാരായി ദൈവത്തിൽ നിന്ന് ലഭിച്ച ഭൂമിയാണിത്, പിതാക്കന്മാർക്ക് പൈതൃകമായി കിട്ടിയതാണ്, അത് ഈ കാലഘട്ടത്തിൽ പൈതൃക സ്വത്തായി എനിക്ക് കിട്ടിയതാണ്. ഇത് ഞാൻ എൻ്റെ കാലത്ത് കൈമാറി ഞാൻ ദൈവസന്നിധിയിൽ പാപം ചെയ്യുകയില്ല എന്ന് ഈ നാബോത്ത് രാജാവിനെ അറിയിച്ചു. എന്നാൽ രാജാവാകട്ടെ അവൻ വളരെ ദുഃഖിതനായി. അവൻ്റെ മുഖമെല്ലാം ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുകയാണ്. കടന്നലുകുത്തേറ്റ ചില മനുഷ്യരുടെ മുഖം പോലെയാണ് ഇപ്പോൾ ആഹാബ് രാജാവിൻ്റെ മുഖം. അവന് സന്തോഷമില്ല. എന്താണ് ഇവൻ കൊട്ടാരത്തിൽ ഇങ്ങനെ സന്തോഷമില്ലാതെ കിടക്കാൻ കാരണം? ബൈബിളിൽ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: രാജാവ് തിരിച്ച് കൊട്ടാരത്തിൽ ചെന്ന് അവൻ പിന്നെ ഭക്ഷണപാനീയങ്ങളില്ലാതായി, അവൻ തിരിഞ്ഞ് കെറിവിച്ച് കിടക്കുകയാണ്. രാജ്ഞി വന്ന് ചോദിച്ചു, അല്ലയോ രാജാവേ, എന്താണ് അങ്ങയുടെ ദുഃഖം? എന്താണ് അങ്ങേക്ക് പറ്റിയത്? ഇവൻ ഇങ്ങനെ കെറിവിച്ച് കിടക്കുകയാണ്, ഇവൻ തിരിഞ്ഞു കിടക്കുകയാണ്, ഇവൻ ഒന്നും മിണ്ടുന്നില്ല, ഇവൻ ആരോട് സംസാരിക്കുന്നില്ല, ഇവൻ ആകെ വലിയ ഭാരത്തിൽ ഇരിക്കുകയാണ്. എന്താണ് എൻ്റെ കാരണം? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ വേദന. അവന് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ? അവന് പാനീയം ഇല്ലാഞ്ഞിട്ടാണോ? അവന് കിടക്കാൻ വീടില്ലാഞ്ഞിട്ടാണോ? അവന് അധികാരം ഇല്ലാഞ്ഞിട്ടാണോ? അവൻ എന്തിൻ്റെ കുറവുണ്ടായിട്ടാ ഇപ്പോൾ ഇങ്ങനെ കെറിവിച്ച് ഇവനെ ദുഃഖിതനായി മ്ലാനമുഖനായി വിഷാദം പൂണ്ട് ഇവൻ ദിനരാത്രങ്ങൾ വിഷാദം പൂണ്ട് കിടക്കുകയാണ്. മിണ്ടാട്ടയില്ല, രാജ്യകാര്യങ്ങൾ ശ്രദ്ധ കിട്ടുന്നില്ല. എന്താ കാരണം? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്തവണ്ണം അവൻ്റെ ഹൃദയത്തെ സാത്താൻ നാശമാക്കിയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ! യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് രാജ്ഞി നേതൃത്വം ഏറ്റെടുത്തു. രാജ്ഞി കുതന്ത്രങ്ങൾ മെനഞ്ഞു, ആ നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്നു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇതാ നാബോത്ത് മരിച്ചിരിക്കുന്നു. നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്ന് ആ രക്തം അവിടെ ഒഴുകി, ആ രക്തം നായ്ക്കൾ നക്കി കുടിച്ചു. ആ സമയത്ത് രാജ്ഞി വന്ന് പറഞ്ഞു, അല്ലയോ രാജാവേ, ഇതാ നാബോത്ത് മരിച്ചിരിക്കുന്നു, ഇനി നീ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക. ബൈബിളിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ തന്നെ രാജാവ് എഴുന്നേറ്റ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ വേണ്ടി പോയി. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒരു മനുഷ്യൻ മരിച്ച് രക്തം വാർന്ന് മരിച്ചവളെ കിടക്കുകയാണ്, അനീതിപരമായി കൊലപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ പറമ്പ് വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന രാജാവിൻ്റെ ധാർമ്മിക നിലവാരം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അത്രമാത്രം ആ ദുർമോഹം അവനെ അധപ്പതിപ്പിച്ച് കളഞ്ഞു.
ഇതാ നാബോത്ത് മരിച്ചെന്ന് കേട്ട മാത്രയിൽ രാജാവ് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവൻ ആവേശഭരിതനായി, അവൻ ഏതാണ്ട് വലിയൊരു വിജയം കിട്ടിയ ഭാവത്തിൽ അവൻ ആവേശഭരിതനായി ചാടി എഴുന്നേറ്റ് അരയെ മുറുക്കി ചെരുപ്പ് ഇട്ട് ഇതാ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ വേണ്ടി അവൻ മുന്നേറുകയാണ്. ഈ സമയത്താണ് പ്രവാചകൻ കർത്താവിൻ്റെ ദൂത് ആഹാബ് രാജാവിനെ അറിയിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. ഇങ്ങനെയുള്ള ദൈവിക ദൂത് അറിയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി. ആ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അവർ കൈവശപ്പെടുത്തിയെങ്കിലും തുടർന്നുണ്ടായ യുദ്ധത്തിൽ, ശത്രുക്കളുമായി യുദ്ധത്തിൽ പരാജിതനായി ശത്രുക്കൾ അവനെ അമ്പ് ചെയ്ത് രഥത്തോട് ചേർത്തിരുത്തി അമ്പ് ചെയ്ത് കൊന്നുകളഞ്ഞു. അവൻ്റെ രക്തം ധാരധാരയായി രഥത്തിലോട് ഒഴുകിയിറങ്ങി. നായ്ക്കൾ ആ രക്തം നക്കി കുടിച്ചു. വേശികൾ ആ രക്തം ഒഴുകിയിറങ്ങിയ കുളത്തിൽ വേശികൾ മുങ്ങിക്കുളിച്ചു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. നാബോത്തിന്റെ ദാരുണമായ അന്ത്യം പോലെ ആഹാബ് രാജാവും അതിദയനീയമായി കൊല്ലപ്പെട്ട രംഗമാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ അവസാന അധ്യായങ്ങളിൽ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് രാജസ്ഥാനം കൊടുത്തു, രാജപദവി കൊടുത്തു, കൊട്ടാരം കൊടുത്തു, പരിവാരങ്ങളെ കൊടുത്തു, സൈന്യത്തെ കൊടുത്തു, എല്ലാ നന്മകളും കൊടുത്തെങ്കിലും അതുകൊണ്ടൊന്നും തൃപ്തനാകാൻ പറ്റാത്ത വിധം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റാത്ത വിധം അവൻ്റെ ഹൃദയത്തിൽ സാത്താൻ പാകിയ പാപത്തിൻ്റെ പേരാണ് ദുർമോഹം. ദുർമോഹം. ഈ ദുർമോഹ നിമിത്തം ആഹാബ് രാജാവ് വളരെ വളരെ ദാരുണമായ വിധത്തിൽ ഈ ലോകത്തിൽ നിന്നും യാത്ര പറയേണ്ടി വന്നു. അദ്ദേഹത്തിന് ദൈവഭക്തി നഷ്ടപ്പെട്ടു, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു. രാജ്യത്ത് അദ്ദേഹം അവഹേളിതനായി, അദ്ദേഹം ശത്രുവിൻ്റെ പിടിയിൽ അമർന്ന് അദ്ദേഹം വളരെ ദാരുണമായി കൊല്ലപ്പെട്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ യാക്കോബ് ശ്ലീഹ ദൈവമക്കളെ പഠിപ്പിക്കുന്ന പ്രബോധനം, യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുലിഖിതങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ യാക്കോബ് ശ്ലീഹ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നില്ല, നിങ്ങൾ അസൂയപ്പെടുകയും പല്ലുറുമുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്നില്ല. എന്താണ് ഇതിന്റെ കാരണം? ദുർമോഹത്താൽ നയിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു ജീവിതത്തിന് ഞാൻ നിങ്ങൾ അടിത്തറപ്പാകണം. ഞാൻ എൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു കാര്യം ഓർക്കുകയാണ്. ഞാൻ 1994 തിരുപ്പട്ടം സ്വീകരിച്ച് വളരെ നന്നായിട്ട് പഠിച്ച് പ്രാർത്ഥിച്ച് വളരെ തീഷ്ണതയോടെ ഒരു കൊച്ചച്ഛനായി വരുമ്പോൾ ഞാൻ അഭിവന്യ പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. എനിക്കുള്ള പുതിയ പള്ളി അപ്പോയിൻമെൻ്റ് എവിടെയാണ്? അങ്ങനെ ഞാൻ വിചാരിച്ചു വല്ല കത്തീഡ്രൽ പള്ളിയിലൊക്കെ ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ പ്രതീക്ഷയോടെ ചെല്ലുമ്പോൾ പിതാവ് പറഞ്ഞു, അച്ഛന് നല്ലൊരു പള്ളി ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഒരു പുതിയ ഒരു 10 പേറ്റൻ്റ് എടുത്ത് തന്നു. ഞാൻ നോക്കുമ്പോൾ അട്ടപ്പാടി മലമുകളിലെ ഒരു വിദൂര ദേശമായ കാരറ എന്ന പ്രദേശത്തേക്കുള്ള ഒരു 10 അവിടെയാണ് എന്നെ വികാരിയായിട്ട് നിയമിച്ചിരിക്കുന്നത്. എന്താണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത? ഞാൻ ചെന്ന് നോക്കി. അവിടേക്ക് ബസ് പോവില്ല. ഞാൻ ചെല്ലുന്ന കാലഘട്ടത്തിൽ അവിടേക്ക് ബസ് റൂട്ടില്ല. ഒരു മലമ്പ്രദേശം, ഒരു ജീപ്പ് മാത്രമേ അങ്ങോട്ട് യാത്രയ്ക്ക് മനുഷ്യന് ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഫോണില്ല, TV ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, ഒരു സംവിധാനം ഇല്ലാതെ ഒരു പ്രത്യേക പ്രദേശം. അവിടെ ഭക്ഷണം ഇല്ല, കോൺവെൻ്റ് ഇല്ല, കാപ്പി കിട്ടാൻ നിവൃത്തിയില്ല. അങ്ങനത്തെ ഒരു വിദൂര പ്രദേശം. അങ്ങനെ ആ പ്രദേശത്തേക്ക് ഞാൻ ചെന്നു. മഴക്കാലമായാൽ എപ്പോഴും കോടമഞ്ഞ് മൂടിക്കിടക്കുന്നൊരു പ്രദേശം, എപ്പോഴും തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നൊരു പ്രദേശം. അവിടെ ചെന്നു. അവിടെ ഞാൻ പറഞ്ഞു, ഇതെൻ്റെ കർത്താവ് എനിക്ക് ഒരുക്കിയ സ്ഥലമാണ്, എനിക്കിഷ്ടപ്പെട്ടു. കാര്യം ശരിയാണ്, സൗകര്യങ്ങളൊന്നുമില്ല, കിടക്കാൻ മുറിയില്ല. പള്ളിയാണെങ്കിൽ 10-25 വർഷം പഴക്കമുള്ള ചെതല് പിടിച്ച ഒരു പഴകിയ പള്ളി.
ഇവിടെയുള്ള ആളുകളാണെങ്കിലും വളരെ ദരിദ്രരായ ആളുകൾ. ഞാൻ നോക്കുമ്പോൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഒന്നും അവിടെ പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും ഒന്ന് പഠിക്കാനോ ഒരു ഉപരിപഠനത്തിന് പോകാനോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളായിട്ട് കോൺടാക്ട് ചെയ്യാനോ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സന്ദർശിക്കാനോ ഒന്നും നിവൃത്തിയില്ലാത്ത വിധം വളരെ വിദൂരമായൊരു കോണായിരുന്നു ആ പള്ളിയെങ്കിലും ഞാൻ പറഞ്ഞു, എൻ്റെ അവകാശം എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഓഹരി എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്കിത് മതി. ഞാൻ അവിടെ കർത്താവിനെ സ്നേഹിച്ച് അവിടെ സന്തോഷത്തോടെ 3-3.5 വർഷക്കാലം സന്തോഷത്തോടെ വേല ചെയ്തു. അവിടെ വെച്ച് എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. അതിനെ തുടർന്നാണ് ധ്യാനകേന്ദ്രം തുടങ്ങേണ്ട ഒരു പ്രേരണ എനിക്ക് തന്നത്. അങ്ങനെ താവളത്ത് വന്നു. താവളത്ത് ധ്യാനം തുടങ്ങുന്ന സമയത്ത് ഓരോ ധ്യാനത്തിനും 5 പേര്, 7 പേര്, 12 പേര് ഇങ്ങനെ ഉള്ള ആളുകളാണ് ധ്യാനത്തിന് വന്നുകൊണ്ടിരുന്നത്. ധ്യാനകേന്ദ്രത്തിൻ്റെ തുടക്ക കാലഘട്ടം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, ഈ അട്ടപ്പാടിയുടെ മലമുകളിൽ ഈ വിദൂര കോണിൽ ഒരു ധ്യാനകേന്ദ്രം വെച്ചാൽ ആരാണ് ധ്യാനത്തിന് വരുന്നത്? അപ്പോൾ ചില ആളുകൾ എന്നെ ഉപദേശിച്ചു, അച്ഛൻ ഇവിടെ ധ്യാനകേന്ദ്രം വെച്ചിരുന്നാൽ അച്ഛൻ ഇവിടെ നിന്ന് ഗതി പിടിക്കുമെന്ന് ചിന്തിക്കരുത്. അച്ഛൻ പറ്റുമെങ്കിൽ വല്ല നാഷണൽ ഹൈവേയുടെ സൈഡിലോ റെയിൽവേ സ്റ്റേഷനുള്ള ഭാഗത്തോ അതോ അല്ലെങ്കിൽ വല്ല പട്ടണത്തിലേക്കോ ആളുകൾക്ക് വരാൻ സൗകര്യമുള്ള ഏതെങ്കിലും ഭാഗത്തേക്ക് അച്ഛൻ നീങ്ങാതെ അച്ഛൻ ധ്യാനകേന്ദ്രം വളർത്താനാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഈ അട്ടപ്പാടി മലയുടെ കോണിൽ ഇരുന്നുകൊണ്ട് അച്ഛന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ആയുസ്സിൻ്റെ പ്രധാന വർഷങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിൻ്റെ വർഷങ്ങളെല്ലാം യൗവന വർഷങ്ങളെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇതുപോലെ പാഴ്വേലയാക്കുന്നത് പോലെ എനിക്ക് എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ചിന്ത വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വചനം എന്നെ സഹായിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അവകാശം എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഓഹരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ 7 പേരാണെങ്കിൽ 7 പേര് മതി, 10 പേരാണെങ്കിൽ 10 പേര് മതി. എൻ്റെ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത് ഇവിടേക്കാണ്. ഇവിടെ ഞാൻ സന്തോഷത്തോടെ താമസിക്കും, ഇവിടെ ഞാൻ സന്തോഷത്തോടെ വേല ചെയ്യും. ഞാൻ അങ്ങനെ റോമിൽ പോകുന്നതുകൊണ്ട് മാത്രമല്ല ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്നത്, ഞാൻ ഇവിടെ ഇരുന്ന് അനുഗ്രഹം പ്രാപിക്കും. ഞാൻ ഉപരിപഠനം പഠിക്കുന്നതുകൊണ്ട് മാത്രമല്ല അനുഗ്രഹം പ്രാപിക്കുന്നത്, എൻ്റെ കർത്താവ് അയച്ചിരിക്കുന്നിടത്ത് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എനിക്ക് അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ ഓഹരി, കർത്താവ് എനിക്കായി വീതിച്ചു തന്ന എൻ്റെ ഓഹരിയിൽ ഞാൻ സംതൃപ്തിപ്പെട്ട് ഈ അട്ടപ്പാടിയിൽ ഈ കോടമഞ്ഞിനകത്ത് ഇവിടെ തന്നെ ഇരുന്നു സന്തോഷത്തോടെ. 7 പേരാണെങ്കിൽ 7 പേര്, 10 പേരാണെങ്കിൽ 10 പേര്, 15 പേരാണെങ്കിൽ 15 പേര്, 30 പേരാണെങ്കിൽ 30 പേര് അവർക്ക് വേണ്ടി 5 ദിവസം ധ്യാനങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. എന്നാൽ കർത്താവ് വീണ്ടും അനുഗ്രഹിച്ച് ഏതാണ്ട് ഒരു 10-12 വർഷമായപ്പോഴേക്കും ഇതാ ഇന്ന് ഈ അട്ടപ്പാടി ദേശത്തേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്ന് ധ്യാനിക്കാൻ തക്കവണ്ണം കർത്താവ് ഈ വിദൂര മൂലയെ, ഈ കുഗ്രാമദേശത്തെ അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹത്തിന് ഇടമാക്കി മാറ്റി. ഇതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിങ്ങനെയാണ്, അനുഗ്രഹം തേടി നമ്മൾ അമേരിക്കയിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടത്, അനുഗ്രഹം നമ്മളെ തേടി അട്ടപ്പാടിക്ക് വരികയാണ് ചെയ്യേണ്ടത്. അങ്ങനെ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ അനുഗ്രഹം തേടി പോവുകയല്ല ചെയ്യേണ്ടത്, അനുഗ്രഹം നമ്മളെ തേടി വരികയാണ് ചെയ്യേണ്ടത്. എവിടെയാണോ ദൈവം നമുക്ക് നൽകുന്ന ഓഹരി അവിടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഇരിക്കുമ്പോഴാണ് അവിടെ അനുഗ്രഹമായി മാറുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മൾ ഇരിക്കുന്ന സ്ഥലവും അനുഗ്രഹമുള്ള സ്ഥലമായി മാറും. അതാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം സഭാപ്രസംഗൻ്റെ പുസ്തകം 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, തന്നെ പ്രസാദിപ്പിക്കുന്നവന് അവിടുന്ന് അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. സഭാപ്രസംഗകൻ 2:26 തന്നെ പ്രസാദിപ്പിക്കുന്നവന് അവിടുന്ന് അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. സഭാപ്രസംഗൻ 5:10 ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. ദ്രവ്യാഗ്രഹിക്ക് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല, ധനം മോഹിക്കുന്നവൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. സഭാപ്രസംഗകൻ 5:10. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ് എന്തിനു വേണ്ടിയാണ്, എന്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിസ്ഥാന ആഗ്രഹം. അങ്ങോട്ട് പോകണമെന്നും ഇങ്ങോട്ട് പോകണമെന്നും ആയിരിക്കരുത്. അതുപോലെ ഒരു വീട് വെച്ചാൽ സമാധാനമാവെന്ന് ചിന്തിക്കരുത്, ഇവിടെ ഒരു ജോലി കിട്ടിയ സമാധാനം ചിന്തിക്കരുത്, ആ രാജ്യത്തേക്ക് പോയ സമാധാനമാവെന്ന് ചിന്തിക്കരുത്, ആ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് എൻ്റെ കുട്ടികൾ സമാധാനമെന്ന് ചിന്തിക്കരുത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനും ദൈവഭക്തി ഒരു നേട്ടമാണ്. അങ്ങനെയുള്ളവരെ ദൈവം മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തമാക്കും. ദൈവ വഴികളിൽ നമുക്ക് മുമ്പേ നടന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും വിശുദ്ധന്മാരും ഉണ്ട്. അവരുടെ ജീവിതത്തിലുള്ള അനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്ന പ്രകാരമാണ്. സങ്കീർത്തന പുസ്തകം 63:6 മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ എൻ്റെ മനം സംതൃപ്തി അടയുന്നു. ദൈവം എവിടെ ആക്കിയോ അവിടെ ഇരുന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടവർ ജീവിതത്തിലെ അനുഭവത്തിൻ്റെ നിറവിൽ നിന്ന് എഴുതി വച്ചിരിക്കുകയാണ്. സങ്കീർത്തനം 63:6 മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ അയ്യോ എൻ്റെ മനം സംതൃപ്തി കൊണ്ട് അറയുന്നു, സംതൃപ്തി കൊണ്ട് നിറഞ്ഞു കവിയുന്നേ. ആ അനുഭവത്തിൽ നിന്ന് ദൈവദാസന്മാർ വിളിച്ചു പറയുകയാണ്. ദൈവദാസൻ്റെ ഈ അനുഭവത്തിൻ്റെ പൂർണ്ണതയിൽ നിന്ന് മറ്റൊരു ഭാഗത്ത് രേഖപ്പെടുത്തുകയാണ്, എൻ്റെ അവകാശം എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ ഓഹരി എനിക്ക് മതിയായി, എനിക്ക് ഇഷ്ടമായി, എൻ്റെ അവകാശവും എൻ്റെ
ഓഹരി എനിക്ക് ഇഷ്ടപ്പെട്ടു, ദൈവം എന്ത് കൊടുത്തോ, ദൈവം എവിടെയാക്കിയോ, ദൈവം ഏത് അവസ്ഥയിലാണോ ദൈവം നിയമിച്ചത്, അതിനെ ഇഷ്ടപ്പെടാൻ, അതിനെ സ്നേഹിക്കാനുള്ള ഒരു ആത്മീയ അഭിഷേകമാണ് ഇന്ന് ഞാനും നിങ്ങളും പ്രാപിക്കേണ്ടത്. അല്ലാതെ മനസ്സിൽ വരുന്ന എല്ലാ ദുരാശകളും തൃപ്തിപ്പെടുത്താൻ വേണ്ടി രാവിലെ മുതൽ അർദ്ധരാത്രി വരെ പരക്കം പാഞ്ഞ് ഓടുന്നവനല്ല സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുന്നതെന്ന് തിരുലഗതം പഠിപ്പിക്കുന്നു. എവിടെയാണോ ദൈവം പതിച്ചു നൽകിയിരിക്കുന്നത് അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുക. എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് സഭാപ്രസംഗന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകളെല്ലാം പാലിക്കുക. ഇതാണ് ഒരു മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും. ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. ഇതാണ് ഒരു മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും. സഭാപ്രസംഗകൻ 12:13. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് അവിടെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ സന്തോഷത്തോടെ ഇരിക്കാനുള്ള അനുഗ്രഹം തരണമേ. വ്യഗ്രതപ്പെട്ട് ജീവിത വ്യഗ്രത പൂണ്ട് അത് നേടാനും ഇത് നേടാനും വേണ്ടി ഓടി ദൈവരാജ്യം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് വരാതിരിക്കാൻ കർത്താവേ, അങ്ങയുടെ തിരുവചനങ്ങളിൽ മുറുകെ പിടിക്കാൻ, അങ്ങയുടെ പ്രബോധനങ്ങളിൽ മുറുകെ പിടിക്കാൻ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വേണ്ടി തെളിച്ചു തരുന്ന വെളിച്ചത്തിൽ നടക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് എളിമ തരണമേ. ദുരാഗ്രഹത്തിൻ്റെയും ദുർമോഹത്തിൻ്റെയും ആധിപത്യങ്ങളെ തകർക്കണമേ. ദുരാഗ്രഹത്തിൻ്റെയും ദുർമോഹത്തിൻ്റെയും ആധിപത്യങ്ങളെ തകർക്കണമേ. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, നാം ഇവിടുന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുകയുമില്ലല്ലോ. അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ഹൃദയങ്ങളെയും സ്പർശിക്കണമേ. സമാധാനത്തിൻ്റെ ആത്മാവ് പ്രവേശിക്കട്ടെ. ഓരോ മനസ്സുകളെയും സ്പർശിക്കണമേ. സമാധാനത്തിൻ്റെ ആത്മാവ് പ്രവേശിക്കട്ടെ. ഓരോ കുടുംബങ്ങളെയും സ്പർശിക്കണമേ. സമാധാനത്തിൻ്റെ ആത്മാവ് പ്രവേശിക്കട്ടെ. ഓരോ സ്ഥാപനങ്ങളിലേക്ക് ഇടപെടണമേ. സമാധാനത്തിൻ്റെ ആത്മാവ് കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. Praise the Lord. Hallelujah.